5,16,00,000 രൂപ മുടക്കി നിർമ്മിച്ച കോട്ടയത്തെ ഐമനം മിനി സ്പോർട്സ് കോംപ്ലക്സ് ഒന്ന് കാണണം. കെട്ടിടത്തിൽ വിള്ളലുണ്ട്, അത് മാത്രമാണ് മിച്ചം. 4 വർഷമായിട്ടും യാതൊരു പ്രവർത്തനവുമില്ല. 2021 കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മിനി സ്പോർട്സ് കോംപ്ലക്സിനോട് തിരിഞ്ഞു നോക്കാത്തത് എന്താണ്? കോൺട്രാക്ടർമാരും ഈ വേണ്ടപ്പെട്ടവരും കമ്മീഷൻ അടിച്ചു പോകാനുള്ള പദ്ധതികൾ മാത്രമാണോ ഇത്? എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? അഞ്ജന നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, ഇപ്പോൾ ഈ സ്പോർട്സ് കോംപ്ലക്സിന്റെ അവസ്ഥ എന്താണ്? അവിടെ എന്തെങ്കിലും പേരിനെങ്കിലും ഈ എന്തെങ്കിലും ഒരു കളി അവിടെ നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും, അതായത് ഈ കെട്ടിടം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കളിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതവിടെ നടന്നിട്ടുണ്ടാവും സ്വാഭാവികമായും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കെട്ടിടം അനാഥമായി അവിടെ കിടക്കില്ലല്ലോ. എന്താണ് മിനി സ്പോർട്സ് കോംപ്ലക്സിന് സംഭവിച്ചത് അഞ്ജന? അരുൺകുമാർ, 5,16,00,000 രൂപ ചിലവാക്കി നിർമ്മിച്ച ഒരു മിനി സ്പോർട്സ് കോംപ്ലക്സ് ആണ് എൻ്റെ പുറകിൽ കാണുന്നത്. ഐമനത്തെ 5-ാം വാർഡിലാണ് ഈ സ്പോർട്സ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. ഒരു നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് തന്നെ ചിറക് നൽകണമെന്ന വലിയ ലക്ഷ്യവുമായി ഈ നാട്ടിൽ വന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ്. 2 ബാഡ്മിന്റൺ കോർട്ടുകൾ, ഒരു വോളിബോൾ കോർട്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജിംനേഷ്യം, അങ്ങനെ വലിയ വലിയ സൗകര്യങ്ങളുമായി നാട്ടിലെ സ്പോർട്സ് താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന വലിയ ലക്ഷ്യവുമായി വന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയം, മിനി സ്പോർട്സ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഐമനത്തെ ഒരു വലിയൊരു പദ്ധതി തന്നെയായിരുന്നു. കായിക പദ്ധതിയുടെ ഭാഗമായി വന്ന ഒരു പദ്ധതിയാണ്. എന്നാൽ ഇന്ന് ഇതിൽ യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല. ഇന്നെന്ന് മാത്രമല്ല, 2021 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ഈ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യാതൊരുവിധ കായികപരമായ കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല. പേരിനൊരു ഉദ്ഘാടനം 2021 ഫെബ്രുവരിയിൽ നടന്നു. എന്നാൽ ഒരു കായികപരമായ ഒരു കാര്യങ്ങളും, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമോ അതല്ലാതെ ബാഡ്മിന്റൺ കോർട്ടോ അങ്ങനെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ അകം നമുക്ക് കാണാൻ കഴിയില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ കെട്ടിടത്തിൽ മുഴുവനായും തന്നെ വിള്ളൽ വീണിട്ടുണ്ട്. അകത്താണെങ്കിലും തറയിലെ ടൈലുകളെല്ലാം തന്നെ വിണ്ടുകീറിയ നിലയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനു മുൻപ്, ഈ കെട്ടിടം വരുന്നതിന് മുൻപ് ഈ സ്ഥലത്ത് കുട്ടികളെല്ലാം തന്നെ വൈകുന്നേരങ്ങളിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഇടമാണ്. ഈ കെട്ടിടം വന്നപ്പോൾ അതിനും കഴിയാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ 1 ഏക്കർ സ്ഥലം നൽകിയിട്ടാണ് ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. 2019 കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ 2021 നിർമ്മാണം പൂർത്തിയാകുന്നത്. അതും മുഴുവൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. ഇപ്പോൾ കളിക്കാനും കഴിയുന്നില്ല, എന്നാൽ യാതൊരു ഗുണവുമില്ല എന്നതാണ് ഈ ഒരു കെട്ടിടം കൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ ഒരു കെട്ടിടം ഇല്ലായിരുന്നെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോഴും കളിക്കാൻ കഴിയും. മിനി സ്പോർട്സ് കോംപ്ലക്സിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആരുടെ പണം? ജനങ്ങളുടെ പണം. ആരുടെ അനാസ്ഥ? സർക്കാരിന്റെ അനാസ്ഥ. 2021 ഉദ്ഘാടനം നിർവഹിച്ച കെട്ടിടമാണ് ഈ മിനി സ്പോർട്സ് കോംപ്ലക്സ് ആയി അനാഥമായി കിടക്കുന്നത്. ആരും തിരിഞ്ഞു നോക്കാത്ത വിധം. ഈ അനാസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? ആരാണ് മറുപടി പറയേണ്ടത്?